കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ സഹോദരന്മാരെ, നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത് പുതിയ നിയമ സഭയെ സംബന്ധിച്ച് പഴയ നിയമ പ്രവാചകന്മാർക്കും പഴയ നിയമ വിശുദ്ധന്മാർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ആ കാര്യങ്ങളുമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അവരെത്രത്തോളമാണ് ഈ പുതിയ നിയമസഭയെക്കുറിച്ച് കണ്ടിരിക്കുന്നത്? അവർ കണ്ട ആ രീതിയിലാണോ ഇന്നത്തെ പുതിയ നിയമസഭയുടെ പോക്ക്? ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ ഒന്ന് കാണണമെന്നും കേൾക്കണമെന്നും എളിയവൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ ഉപദേശവും ക്രിസ്തുവിൻ്റെ ഉപദേശവുമായ ദൈവകൽപ്പനകൾ കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി വലിയ പോരാട്ടത്തിലും ശോധനയിലും കൂടി കടന്നുപോയി. പൊന്നിനേക്കാൾ വിലയേറിയതായ വിശ്വാസം അധികം മഹത്വമുള്ളതായി തീർന്നു എന്ന് ഗ്രഹിക്കാവുന്നതാണ്. 19-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്കവ എന്നും 119-ാം സങ്കീർത്തനം 72-ാം വാക്യത്തിൽ 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ നിന്റെ വായിൽ നിന്നുള്ള പ്രമാണം എനിക്ക് ഉത്തമമെന്നും 127-ാം വാക്യത്തിൽ അതുകൊണ്ട് നിന്റെ കൽപ്പനകൾ എനിക്ക് പൊന്നിലും തങ്കത്തിലും അധികം പ്രിയമാകുന്നു എന്നും സദൃശവാക്യം 8-ാം അധ്യായം 10-11 വാക്യത്തിൽ വെള്ളിയേക്കാൾ എൻ്റെ പ്രബോധനം മേത്തരമായ പൊന്നിനേക്കാൾ പരിജ്ഞാനവും കൈക്കൊള്ളുവിൻ, ജ്ഞാനം മുത്തുകളേക്കാൾ നല്ലതാകുന്നു, മനോഹരമായതൊന്നും അതിന് തുല്യമാകയില്ല എന്നും യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ തങ്കം കൊടുത്താൽ അത് കിട്ടുന്നതല്ല, അതിൻ്റെ വിലയായി വെള്ളി തൂക്കിക്കൊടുക്കാറുമില്ല, ഓഫീർ പൊന്നോ വിലയേറിയ ഗോമേതകമോ നീലരക്തമോ ഒന്നും അതിനോട് ഈടാകുന്നതല്ല, സ്വർണവും സ്ഫടികവും അതിനോടൊക്കുന്നില്ല, തങ്കം കൊണ്ടുള്ള പണ്ടങ്ങൾക്ക് അതിനെ മാറിക്കൊടുപ്പാറില്ല, പവിഴത്തിൻ്റെയും പളുങ്കിൻ്റെയും പേർ മിണ്ടുകയോ വേണ്ട എന്നാണ് അവിടെ നാം കാണുന്നത്. ജ്ഞാനത്തിൻ്റെ വില മുത്തുകളിലും കവിഞ്ഞതല്ലോ, കൂശിലെ പുഷ്പരാഗം അതിനോടൊക്കുന്നില്ല, തങ്കം കൊണ്ട് അതിൻ്റെ വില മതിക്കാവുന്നതുമല്ല എന്നും നാം കാണുന്നു. ദൈവത്തിൻ്റെ വചനമാകുന്ന ഈ കൽപ്പനകൾ എത്ര വിലയേറിയതാണെന്നോ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. ഈ പൊന്ന് തീയിൽ കൂടി കടന്നുപോയതായി പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. ഈ പൊന്നത്രേ ലവോദിക്ക വില കൊടുത്തു വാങ്ങേണ്ടത്. സ്തോത്രം. ലവോദിക്ക എന്ന നാമകരണം ഇന്നത്തെ പെന്തക്കോസ്തിൻ്റെ നാമകരണമാണ്. ലവോദിക്ക കാരണം എന്താ? ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാണ്. ആ ശീതോഷ്ണവാനായ ആ സഭയുടെ നാമകരണമാണ് ലവോദിക്ക. അതാണ് 7-ാമത്തെ കാലഘട്ടത്തിലുള്ള സഭയുടെ നാമകരണം ലവോദിക്ക. ഇന്ന് ലവോദിക്കയിൽ വന്ന് നമ്മൾ എത്തി നിൽക്കുകയാണ്. കാരണം എന്തോ? ഉഷ്ണവാനല്ല ശീതവാനുമല്ല, അവിശ്വാസിയുമല്ല വിശ്വാസിയുമല്ല, അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ നിൽക്കുന്ന ശീതോഷ്ണവാൻ. സ്വത്രം ആ നിലയിൽ വന്നിരിക്കുകയാണ്. ഈ പൊന്നത്രേ ലവോദിക്ക വില കൊടുത്തു കർത്താവിൽ നിന്ന് വാങ്ങേണ്ടത്. അപ്പോസ്തലന്മാരുടെ ഉപദേശമായി പൊന്ന് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി വലിയ പോരാട്ടത്തിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സഭ അത് യഥാർത്ഥമായി അംഗീകരിക്കുന്നത് വരെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഓരോറ്റ പെന്തക്കോസ്ത് സഭകളും ഇന്ന് ഞങ്ങൾ സ്വർഗത്തിൽ എത്തുകയില്ലെന്ന് ആരും പറയില്ല. ലവോദിക്കയാണെന്ന് ആരും അംഗീകരിക്കുന്നില്ല. ലോകത്തിൽ അനേക പേരിൽ അറിയപ്പെടുന്ന സഭകളുണ്ട്, പക്ഷേ ലവോദിക്ക എന്ന് അറിയപ്പെടുന്ന ഒരു സഭയില്ല. കാരണം എന്താണ്? അവരംഗീകരിച്ചിട്ടില്ല. ഇന്നത്തെ സഭ ആരും അംഗീകരിച്ചിട്ടില്ല. ഞങ്ങൾ ശീതോഷ്ണവാനാണെന്ന് അംഗീകരിച്ചിട്ടില്ല. ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാണെന്ന് ആരും അംഗീകരിച്ചിട്ടില്ല. അംഗീകരിക്കാത്തത്രയും കാലം സ്വത്രം ഈ വലിയ പോരാട്ടത്തിൽ കൂടി ഇത് കടന്നുപോയിക്കൊണ്ടിരിക്കണം. സ്വത്രം നമ്മൾ വളരെ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. സഭ അത് യഥാർത്ഥമായി അംഗീകരിക്കുന്നത് വരെ ഈ പോരാട്ടം നടന്നുകൊണ്ടിരിക്കും. പല മാനുഷിക ന്യായങ്ങളും പറഞ്ഞ് പരീശന്മാരെ പോലെ ലവോദിക്കായും അമിത പ്രാധാന്യം കൽപ്പിക്കുകയാണ്. മാനുഷിക ന്യായങ്ങൾക്കാണ് അമിത പ്രാധാന്യം കൽപ്പിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ സഭയുടെ പ്രസിഡന്റ് പറഞ്ഞാൽ അതങ്ങനെ തന്നെ ചെയ്യുക. പ്രസിഡന്റിൻ്റെ വാക്കിനാണ് വില.
അല്ലാതെ കർത്താവിൻ്റെ വാക്കിന് വിലയില്ല. പ്രസിഡന്റ് എന്തു പറയുന്നു അത് അംഗീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒന്നും മനസ്സിലാക്കുക, നമ്മളിപ്പോൾ ഏതൊരവസ്ഥയിലാണ് നാം നിൽക്കുന്നത്. ഈ 2025 നാം ഏതൊരവസ്ഥയിലാണ് നിൽക്കുന്നത്? നമ്മളിത് ശരിയായ ഒരു കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ വ്യക്തമായി കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല, ശീതോഷ്ണവാനാകയാൽ എൻ്റെ വായു ഉമിണ്ണുകളെ. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് മനസ്സിലാക്കുക, ആരാണിത് പറഞ്ഞിരിക്കുന്നത്? യേശു കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്. സഭയുടെ തലയായ ക്രിസ്തുവാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നവനാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കർത്താവിൻ്റെ വാക്കിന് നമ്മൾ വില കൊടുക്കണ്ടേ? ആ കർത്താവിൻ്റെ വാക്ക് നമ്മൾ അനുസരിക്കണ്ടേ? അതുകൊണ്ട് ആ കർത്താവാണ് പറഞ്ഞിരിക്കുന്നത്, മാനസാന്തരപ്പെടുക. ആകയാൽ നീ ജാഗ്രത ഉള്ളവനായിരിക്കുക, മാനസാന്തരപ്പെടുക. ഞാനിതാ വാതിക്കൽ നിന്ന് മുട്ടുന്നു. കർത്താവ് അത് അറിയിച്ച് തരാനുള്ളവരെ കൊണ്ട് തന്നെ അറിയിക്കുന്നുണ്ട്. കർത്താവാണ് പറയുന്നത്, ഞാനിതാ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ വാക്ക് കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്നാണ് യേശു പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ മനസ്സിലാക്കുക, നമ്മുടെ ഈ തരികിട പണിയൊന്നും അവിടെ ശരിയാകത്തില്ല. നമ്മുടെ തരികിട പണി ഓരോ മതങ്ങളും ചെയ്യുന്നത് പോലെ ഇന്ന് പെന്തക്കോസ്തു സഭ എന്ന് തന്നെ ഞാൻ പറയും, സമുദായമല്ല സഭ, പെന്തക്കോസ്തു സഭ ഓരോ മതങ്ങളും ചെയ്യുന്ന പോലെ ഒരു പാരമ്പര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസമുണ്ടോ? പ്രത്യാശയുണ്ടോ? സ്നേഹമുണ്ടോ? ആലോചിക്കുക, ചിന്തിക്കുക. അങ്ങനെ വിശ്വാസവും പ്രത്യാശയും സ്നേഹം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം. ഈ സ്നേഹം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സ്നേഹം ദൈവം സ്നേഹമാകും. നമ്മൾ പാപികളായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചു, അല്ലേ? എഫ്.എസ്. ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അല്ലേ? ആ വാക്യം ഒന്ന് ചിന്തിച്ച് നോക്കി. എഫ്.എസ്. ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് മനസ്സിലാക്കി ചിന്തിച്ച്. എന്താ പറഞ്ഞിരിക്കുന്നതിനകത്ത്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേണ്ട മക്കൾ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങൾ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കരുണാസമ്പന്ന ദൈവമോ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം നമ്മൾ മറന്നുപോയി. കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച ആ മഹാസ്നേഹം, പിതാവായ ദൈവം നമ്മളെ എല്ലാവരെയും കൂടി അങ്ങോട്ട് ചെന്നിട്ട് ഒരുമിച്ച് അവിടെ വസിക്കുവാൻ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് പിതാവിൻ്റെ മഹാസ്നേഹം. അവിടെ ദൂതന്മാർക്കും സറാഫുകൾക്കും മാത്രമല്ല, മൂപ്പന്മാർക്കും മാത്രമല്ല, നമ്മളും കൂടെ അവിടെ ചെല്ലണം. നമ്മളും കൂടി ആ സന്തോഷം അനുഭവിക്കണം. നിത്യകാല സന്തോഷം, നിത്യകാല ജീവിതം, നിത്യ ആനന്ദം. പറഞ്ഞത് മനസ്സിലായോ? അവിടെയാണ് വിശപ്പില്ല, ദാഹമില്ല, ബുദ്ധിമുട്ടില്ല, പ്രയാസമില്ല, ദുഃഖമില്ല, കണ്ണുനീരില്ല, സന്തോഷ സമൃദ്ധി. നാം ഈ ഭൂമിയിൽ അനുഭവിച്ച ദുഃഖത്തിനും കഷ്ടത്തിനും പ്രയാസത്തിനും എല്ലാം 10 മടങ്ങ് സന്തോഷം തരുവാൻ പിതാവായ ദൈവം ആഗ്രഹിച്ചിരിക്കുന്നു. പക്ഷേ നമുക്ക് കയറിപ്പോകാനുള്ള പ്രമാണം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആ പ്രമാണം വിട്ടിട്ട് പൈശാചിക ബന്ധനത്തിലാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ ആ പ്രമാണം ഉപേക്ഷിച്ച് വിട്ടിട്ട്
പൈശാചികമായ പിശാചിനെ മഹത്വപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ജീവിതം ഇവിടെ. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മളിവിടെ ഇടർച്ചക്കാരായി മാറുന്നു. നമ്മളിവിടെ മറ്റുള്ളവനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ആരെയും സ്നേഹിക്കാൻ കഴിയുന്നില്ല. അതെല്ലാം ആരുടേതാണ്? പിശാചിൻ്റെ മെറ്റീരിയലുകളാണ്. അവൻ ആഗ്രഹിച്ചിരിക്കുന്ന ആഗ്രഹങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് പിതാവിൻ്റെ ഇഷ്ടം നമ്മൾ അനുസരിക്കണമെങ്കിൽ പിതാവ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൽ നാം ജീവിച്ചെങ്കിൽ മാത്രമേ പിതാവിനെ നമുക്ക് മഹത്വപ്പെടുത്തി പിതാവിനെ സ്നേഹിച്ചുകൊണ്ടും പുത്രനെ സ്നേഹിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുവാൻ സാധിക്കത്തുള്ളൂ. അത് വിട്ടിട്ട് പോയത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഈ അവസ്ഥ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലുള്ള ഈ പണിയെടുക്കുവാനല്ല ദൈവം നമ്മളെ ജനിപ്പിച്ചത്. പറഞ്ഞത് മനസ്സിലാകും. വീണ്ടും ജനിപ്പിച്ചത്. ജഡത്തിൽ ജനിച്ച കാര്യമല്ല ഞാൻ പറയുന്നത്. നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് നമ്മൾ ഈ ഭൂമിയിലുള്ള ആഹാരത്തിന് വേണ്ടിയോ ഉന്മാനം കൊടുക്കാനും വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു വിളിയുണ്ട്, വിളിയും തിരഞ്ഞെടുപ്പും. അതെന്താണ് നമ്മൾ മനസ്സിലാക്കണം. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകും. 4 പദവി നമുക്ക് തന്നിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ പിതാവായ ദൈവം. ദൈവത്തിൻ്റെ വിളി അതാണ്. 4 പദവി. എന്തെന്നാണ്? ഒരു പ്രത്യേക ജാതി, പിന്നെ രാജകീയ പുരോഹിതവർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഈ 4 പദവി തന്നിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആ പദവി അലങ്കരിക്കുന്നില്ല. നമ്മൾ ആ പദവി ഏറ്റെടുക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഉറങ്ങുന്നവനെ ഉണർന്നു മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക എന്ന് ഒരു പ്രവചനം കിടക്കുന്ന ആ പ്രവചനത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ എഴുന്നേൽക്കുന്നില്ല. നമ്മൾ വീണ്ടും ജനിച്ച് നമ്മൾ ലോകത്തിലുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു അതേപോലെ നമ്മളും ചെയ്യുന്നു. അതാണ് ഉറക്കം. നമ്മളെ വിളിച്ചത് പ്രത്യേക വിളിയാണ്. നമ്മളെ ഉയർപ്പിച്ചിരിക്കുകയാണ്. അവരിൽ നിന്ന്, മരിച്ചവരിൽ നിന്ന് നമ്മളെ ഉയർപ്പിച്ചു. ആ ഉയർപ്പിച്ച നമ്മൾ ക്രിസ്തു എന്താണ് ചെയ്തിരിക്കുന്നത്? ദൈവത്തിൻ്റെ പുത്രൻ എന്താണ് ഇവിടെ വന്നപ്പോൾ ചെയ്തത്? ദൈവത്തിൻ്റെ പുത്രൻ ഏതെങ്കിലും ഒരു വള്ളമിറക്കാൻ പോയോ? ദൈവത്തിൻ്റെ പുത്രൻ ഏതെങ്കിലും ഒരു ജോലിക്ക് പോയോ? ദൈവത്തിൻ്റെ പുത്രൻ എന്തായിരുന്നു? ദൈവത്തിൻ്റെ പുത്രൻ പറയുന്നത് എന്താണ്? എൻ്റെ പിതാവ് എന്നെ അയച്ച പ്രവൃത്തി തികക്കണമെന്നാണ് എൻ്റെ ആകാരം, അല്ലേ? അതാണ് പുത്രൻ്റെ ഇഷ്ടം. പുത്രൻ്റെ പ്രവൃത്തി അതാണ്. പുത്രൻ്റെ ജോലി അതാണ്. പുത്രനെ വിളിച്ചിരിക്കുന്ന അതാണ്. പുത്രനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്ന അതാണ്. അത് തന്നെയാണ് നമ്മുടെ പ്രവൃത്തി. അപ്പോസ്തലന്മാരെങ്ങനെ അല്ലായിരുന്നു? അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചു കഴിഞ്ഞിട്ട് പോയോ? അവർ വിട്ടോ? അവർ ഒരു പ്രാവശ്യം ഈ കർത്താവിനെ അറിയിക്കാതെ കൊണ്ട് പോയെങ്കിലും അവിടെയും ചെന്ന് കർത്താവ്. അപ്പോൾ അതേപോലെയാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ഭൂമിയിലെ പണിയെടുത്ത് നമ്മൾ സ്തോത്രം ലോകത്തിലുള്ള മനുഷ്യർ ജീവിക്കുന്ന പോലെ ജീവിക്കാനല്ല. നമ്മൾ വ്യത്യസ്തമായ ഒരു രീതിയാണ് നമ്മളെ കണ്ടിരിക്കുന്നത്. നമുക്ക് വേർപാടുണ്ട്, നമുക്ക് വിശുദ്ധിയുണ്ട്. ആ വേർപാടിലും വിശുദ്ധിയിലും ജീവിക്കാനുള്ള പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അതിന് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണമാണ്. അതിന് തന്നിരിക്കുന്ന ഒരു പ്രമാണം 2 തിമോത്തി 2-ാം അധ്യായം 1 വായിച്ചു. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. സ്തോത്രം. അത് നമ്മൾ മനസ്സിലാക്കണം. 2 തിമോത്തി 20-ാം വാക്യം 1 വായിച്ചു. ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ളവയും ഉണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും. നമ്മളെ മാന്യകാര്യത്തിനാണ് വിളിച്ചിരിക്കുന്നത്. ഏറ്റവും ശ്രേഷ്ഠമായത് വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ എനിക്കൊരു ഉദ്യോഗമുണ്ട്. അതേ ഉദ്യോഗത്തിലാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അത് വിട്ടേച്ചുമാണ് നമ്മളിവിടെ പോയി ഈ ഭൂമിയിൽ കിടന്ന് നമ്മൾ വിരകുകയാണ്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് വരുമ്പോൾ നമുക്ക് ഒരുങ്ങിപ്പോകാൻ പറ്റുമോ? അതുകൊണ്ട് സ്തോത്രം, ശരിയായ രീതിയിൽ ഈ വീഡിയോ ഒന്ന് കണ്ട് മനസ്സിലാക്കുക. നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.